നമസ്കാരം. 2025 ജനുവരിയിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ 2 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കറിയാം, ഒരുപാട് കാലമായിട്ട് ടാറ്റയായിരുന്നു ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് അല്ലേ. പക്ഷേ ഇനി അങ്ങോട്ട് കുറച്ചൊന്ന് വേർക്കേണ്ടി വരും. ആദ്യം തന്നെ നമുക്ക് ജനുവരിയിലെ മൊത്തം വിൽപ്പന എത്രയാണെന്ന് നോക്കാം. 11,231 ഇലക്ട്രിക് കാറുകളാണ് 2025 ജനുവരിയിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മാസാമാസ വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ ഡിസംബർ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 32% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 13% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 10 ലിസ്റ്റിൽ ആരൊക്കെയാണെന്ന് നോക്കാം. വോൾവോ ഇന്ത്യയാണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഡിസംബറിൽ 17 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വോൾവോന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 27 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 58% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. 0.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 8ാം സ്ഥാനത്തുണ്ടായിരുന്ന കിയയാണ് ഒരുപടി മുന്നോട്ട് കയറി ജനുവരിയിലെ വിൽപ്പനയിൽ 9ാം സ്ഥാനത്തുള്ളത്. ഡിസംബറിൽ 77 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയയ്ക്ക് പക്ഷേ ജനുവരിയിൽ 47 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 38% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.4% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന മെഴ്സിഡീസ് 2 പടി താഴേക്ക് ഇറങ്ങി ഇത്തവണ 8ാം സ്ഥാനത്താണുള്ളത്. ഡിസംബറിൽ 96 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മെഴ്സിഡീസിന് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 95 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 1% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BMW ആണ് 7ാം സ്ഥാനത്തുള്ളത്. ഡിസംബറിലെ വിൽപ്പനയിൽ ഇവർ 5ാം സ്ഥാനത്തായിരുന്നു. 2 പടിയാണ് താഴേക്ക് ഇറങ്ങിയത്. ഡിസംബറിൽ 140 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BMWന് ജനുവരിയിൽ 181 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസമാസ വിൽപ്പനയിൽ 29% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 1.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 7ാം സ്ഥാനത്തുണ്ടായിരുന്ന PCA ഓട്ടോമൊബൈൽസ്, അതായത് സിട്രോൺ, ഇത്തവണ ഒരു പടി മുകളിലേക്ക് കയറി 6ാം സ്ഥാനത്താണുള്ളത്. ഡിസംബറിൽ 77 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോണിന് ജനുവരിയിൽ 269 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചു. മാസാമാസ വിൽപ്പനയിൽ 249% വളരെ മികച്ച വളർച്ചയാണ് സിട്രോൺ കൈവരിച്ചിരിക്കുന്നത്. 2.3% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BYD ആണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 4ാം സ്ഥാനത്തായിരുന്നു. ഒരു പടി താഴേക്ക് ഇറങ്ങി. ഡിസംബറിൽ 284 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BYDക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 312 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 9% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2.8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹ്യുണ്ടായി ഇത്തവണത്തെ വിൽപ്പനയിൽ ഒറ്റയടിക്കാണ് 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ അടുത്തായിരുന്നു അവരുടെ ഹ്യുണ്ടായി ക്രെറ്റ ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ അവരുടെ ഡെലിവറി തുടങ്ങിയിട്ടുണ്ട് ക്രെറ്റയുടെ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം. ഇവരുടെ സെയിൽസ് ഫിഗർ കണ്ടാൽ നമുക്കത് വ്യക്തമാവും. ഡിസംബറിൽ വെറും 19 കാറുകൾ മാത്രം വിൽപ്പന നടത്താൻ സാധിച്ച ഹുണ്ടായിക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 321 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 1589% വളരെ മികച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 2.85% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇവരുടെ ക്രെറ്റ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി കുറെ കാലത്തേക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ഹുണ്ടായി ഉണ്ടാവും. മഹീന്ദ്ര 3ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഡിസംബറിൽ 383 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 686 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 79% മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 6.1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. മഹീന്ദ്രയ്ക്കും നല്ല രീതിയിൽ വിൽപ്പന കൂടിയിട്ടുണ്ട്. ഇവരുടെ XCV 9e, BE6e ഈ 2 കാറുകളുടെ ഡെലിവറി തുടങ്ങിയത് കൊണ്ടാണ് മഹീന്ദ്രയുടെ വിൽപ്പന നല്ല രീതിയിൽ കൂടാനുള്ള കാരണം തുടങ്ങിയ അന്ന് മുതൽ ടാറ്റ തന്നെയാണ് നമ്പർ 1. പക്ഷേ ഇനി അങ്ങോട്ട് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത്. മാരുതി അവരുടെ പുതിയ ഇലക്ട്രിക് കാറുമായിട്ട് വരാനിരിക്കുന്നുണ്ട്. ഹ്യുണ്ടായുടെ ക്രെറ്റ ഇറങ്ങി തുടങ്ങി. മഹീന്ദ്രയും അവരുടെ പുതിയ കാറുകളുമായിട്ട് നല്ല മുന്നേറ്റമാണ് വിൽപ്പനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ MGയും വളരെ നല്ല മുന്നേറ്റമാണ് വിൽപ്പനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MG വിൻസർ ലോഞ്ച് ചെയ്തതിനു ശേഷമാണ് വളരെ നല്ല രീതിയിൽ അവരുടെ വിൽപ്പന കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇനി എല്ലാ ബ്രാൻഡുകളും വാങ്ങി തുടങ്ങുമെന്നർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും ടാറ്റയുടെ സെയിലും കുറയും. പണ്ടൊക്കെ ആണെങ്കിൽ ടാറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കാലം മാറി. ഇപ്പൊ ടാറ്റയും MGയും തമ്മിൽ വിൽപ്പനയിൽ 800 യൂണിറ്റ്സിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. MG എല്ലാ മാസവും നല്ല രീതിയിലുള്ള വിൽപ്പന നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ MG 1ാം സ്ഥാനത്തെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ MG വിൽപ്പനയിൽ 2ാം സ്ഥാനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഡിസംബറിൽ 3627 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച MGക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4225 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 16% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 36% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ടാറ്റ 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു.
ഡിസംബറിൽ 4037 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് ജനുവരിയിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 5037 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 24% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. 56% ഇവരുടെ മാർക്കറ്റ് ഷെയർ. എന്തൊക്കെ തന്നെയായാലും എം ജിയുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതായത് അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ എം ജി ടാറ്റേനെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ടോ?